പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാണ് കമ്മീഷന്റെ നടപടി. പ്രസാദ് എം ജെ ചേരുന്നു വിവരങ്ങളുമായി. പ്രസാദ്, ഏതായാലും ഈ ഒരു സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇതുവരെയും നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്നും ഇങ്ങനെ ഒരു ഈ പീഡനവുമായി ബന്ധപ്പെട്ട ഇതുവരെയും ഒരു നടപടിയൊന്നും ഇതുവരെ മാധ്യമങ്ങൾക്ക് മുമ്പായിട്ട് ജില്ലാ പോലീസ് മേധാവിയോ ബന്ധപ്പെട്ട അന്വേഷണ സംഘവും ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു റിപ്പോർട്ടും നൽകിയിട്ടില്ല. പക്ഷെ എങ്കിൽ തന്നെയും ഈ മാധ്യമങ്ങളുടെ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ചെയർമാൻ കൂടിയായ കെ.ബി. മനോജ് ഇപ്പൊ സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. 2.5 മാസം മുമ്പാണ് ഈ നമ്മുടെ സമൂഹ മനസാക്ഷിയെ പോലും ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ആശങ്കയും അതുപോലെ തന്നെ ഉത്കണ്ഠയും ഉളവാക്കുന്ന ഈ 13-കാരിയുടെ ഈ ക്രൂരമായിട്ടുള്ള ഈ പീഡനം, അതായത് സഹപാഠികൾ ഉൾപ്പെടെയുള്ള 11 പേരാണ് 2.5 മാസം മുമ്പ് ഈ പീഡനം നടത്തിയിട്ടുള്ളത്. കൂടൽ പത്തനംതിട്ട ജില്ലയ്ക്ക് അതിർത്തിയായിട്ടുള്ള കൂടലിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അവിടുത്തെ ഒരു സർക്കാർ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ സഹപാഠികളുടെ പീഡനത്തിന് ഇരയായിട്ടുള്ളത്. 2 കേസ് FIR ആണ് കൂടൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ഈ സ്കൂളിൽ വെച്ച് നടന്ന പീഡനവും മറ്റൊന്ന് ഈ ഇരയുടെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ മറ്റൊരു പീഡനവും നടന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 11 പേരാണ് ഇതിനകത്ത് ഇപ്പൊ പ്രതികളായിട്ടുള്ളത്. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് 6 പേരെയാണ്. ബാക്കി ഉള്ളവർ കൂടിയുള്ള അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. മുതിർന്നവരായിട്ടുള്ള 2 കുട്ടികൾ കൂടി ഉണ്ടെന്നാണ് ഇപ്പൊ അന്വേഷണ സംഘം നമുക്ക് വ്യക്തമാക്കിയിട്ടുള്ളത്. അവരെ കൂടി അറസ്റ്റ് ചെയ്തതിനു ശേഷം CWCD മുമ്പാകെ ഹാജരാക്കിയതിനു ശേഷം ജുവനൽ വിജിലൻസിൽ എത്തിക്കും. അതിനുശേഷമായിരിക്കും പോക്സോ പ്രകാരമുള്ള മറ്റ് നടപടികളേക്കൊക്കെ മുന്നോട്ട് പോകുന്നത്. ശരി, ഏതായാലും പത്തനംതിട്ടയിൽ 13 വയസ്സുകാരിയെ സഹപാഠികൾ പീഡിപ്പിച്ച സംഭവത്തിൽ ഏതായാലും ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുകയാണ്. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. പ്രസാദ് എം ജി ആണ് വിവരങ്ങൾ നൽകിയത്.